ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി ആൻഡ് മീയിലെ പുതിയൊരു ടിപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ടിപ്പിലേക്ക് പോകാം. സാധാരണ നമ്മൾ മുട്ട ഉപയോഗിക്കുമ്പോൾ മുട്ടയുടെ തോട് കളയുകയാണ് ചെയ്യാറ്. ഈ ഒരു മുട്ടയുടെ തോട് കൊണ്ട് നമുക്ക് കുറെ ഉപയോഗങ്ങളുണ്ട്. അതിൽ നിന്നുള്ള 2-3 ടിപ്പുകളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലെ മിക്സിയുടെ ജാറ് എത്ര വൃത്തിയാക്കിയാലും അതിന്റെ ബ്ലേഡുകൾക്കിടയിലും അതിന്റെ ആ ഒരു സ്ക്രൂവിന്റെ ഒക്കെ ഇടയിലൊക്കെ അരപ്പിന്റെ അംശങ്ങളൊക്കെ ഇരിക്കാറുണ്ട്. അത് വൃത്തിയാക്കി എടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഈ പ്രശ്നം പരിഹരിക്കാനും ബ്ലേഡുകളുടെ മൂർച്ച കൂട്ടാനായിട്ട് മുട്ടത്തോട് ഉപയോഗിച്ച് ഒരു സൂത്രമുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ 2-3 മുട്ടയുടെ തോട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി തുടച്ചതാണ്. എന്നാൽ നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മിക്സിയുടെ ജാറിന്റെ ബ്ലേഡുകളുടെ ഒക്കെ മൂർച്ച നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറ് നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. അപ്പൊ നമ്മൾ ഇതൊരു 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മിക്സിയുടെ ജാറ് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനും ബ്ലേഡുകളുടെ മൂർച്ച നിലനിർത്താനും ഇത് സഹായിക്കും. ഇനി അടുത്തതായിട്ട് തന്നെ ഇവിടെ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. നമ്മുടെ നെയിൽ കട്ടർ ഇല്ലേ, നമ്മൾ നഖമൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന നഖം വെട്ടിയുടെ മൂർച്ചയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെ തോട് ഉപയോഗിക്കാം. ഈ മുട്ടത്തോടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ നഖം വെട്ടിയുടെ മൂർച്ചയൊക്കെ കൂടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു കത്രികയുണ്ട്. ഈ കത്രികയുടെ മൂർച്ച പോയതാണ്. അപ്പോൾ ഈ മുട്ടത്തോട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക. കുരുകുരാന്ന് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കത്രികയുടെ മൂർച്ച കൂടുന്നതായിരിക്കും. ഈ മുട്ടത്തോടിന് ഒരു അരമുണ്ട്. ഈ മുട്ടത്തോടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കത്രികയുടെ മൂർച്ച കൂടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു കത്രിക നന്നായിട്ട് മൂർച്ച പോയതായിരുന്നു. ഇതുകൊണ്ട് തുണിയൊന്നും മുറിയില്ലായിരുന്നു. ഇപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നമുക്ക് തൽക്കാലത്തേക്കൊക്കെ നമുക്ക് കത്തിയുടെ ഒക്കെ മൂർച്ച കൂട്ടുന്നതിന് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു മുട്ടത്തോട് ഇനി കളയേണ്ട കാര്യമില്ല. നമുക്ക് ചെടിയുടെ ചോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു വളമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ. നമുക്ക് ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമായിരിക്കും. ചിക്കനിൽ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവരാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തന്നെ ഇവിടെ ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3-4 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്താണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. നമ്മുടെ വലിയ ജീരകമില്ലേ, അത് ഞാൻ 1 സ്പൂണോളം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ്റെ അളവനുസരിച്ച് ഈ ഇതിൻ്റെയൊക്കെ അളവ് വ്യത്യാസപ്പെടുത്തിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. ഇതുപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം ഒക്കെ ചതച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മസാലകൾ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഒക്കെ കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതിയാണ്, അത് പിഴിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. ഒരു 2 സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറാണ് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് നിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ഫ്രൈ ആയി വരുന്ന ആ സമയത്ത് ഞാൻ ഒരു പച്ചമുളക് ചെറുതാക്കി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഈ ഒരു ചിക്കൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കാണാനും നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനും തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ ഇല്ലാതാക്കാൻ പപ്പായ കൊണ്ടുള്ളൊരു സൂത്രമാണ് ഇനി. നമുക്ക് പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ ചർമ്മത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട് അല്ലേ? അത്തരത്തിലൊന്നാണ് നമ്മുടെ ചുളിവുകളും വരകളൊക്കെ ഉണ്ടാകുന്നത്. ഇത് നമുക്ക് എങ്ങനെ നേരിടാം? ചിലപ്പോൾ പ്രായം കൂടുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ മോശം ജീവിതശൈലിയും ചർമ്മത്തിൽ ചുളിവുകൾ വരുത്തുന്നതാണ്. സ്ട്രെസ്, പുകവലി, ഉറക്കക്കുറവ്, അങ്ങനെ പല ഘടകങ്ങളും ഇതിന് പിന്നിലുണ്ടാകും. നമ്മുടെ ആഹാരം, അതൊക്കെ നമുക്ക് ഇതിന് പിന്നിലുണ്ടാകും. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു പാക്ക് തയ്യാറാക്കി നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല പഴുത്ത പപ്പായയാണ്. ഈ പപ്പായയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ മുഖക്കുരു, ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ സുഷിരങ്ങൾ, ഇവയൊക്കെ അകറ്റാൻ പപ്പായക്ക് കഴിയും. പിന്നെ വേണ്ടത് നമുക്ക് തക്കാളിയാണ്. ഈ തക്കാളി ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കാനും ചുളിവുകളും വരകളൊക്കെ വരുന്നത് തടയാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് വെയിലൊക്കെ കൊണ്ടിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അകറ്റാനൊക്കെ തക്കാളി നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് തൈരാണ്. നമ്മുടെ ചർമ്മത്തെ കൂടുതൽ മൃദുവാക്കാനും തിളക്കമുള്ളതാക്കാനും ഒക്കെ തൈരിന് കഴിയും. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം തന്നെ ഈ ഒരു നന്നായിട്ട് പഴുത്ത പപ്പായയാണ് ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ തക്കാളിയുടെ നീരും ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് അലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു തക്കാളിയുടെ പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്പൂണും കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടായാലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എൻ്റെ കയ്യിലൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. റൗണ്ടിൽ വേണം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത്. മുഖത്ത് പുരട്ടുകയാണെങ്കിൽ നമ്മുടെ കഴുത്തിലും കൂടി ഇത് യൂസ് ചെയ്യണം. നല്ലപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ വെച്ചിരിക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കൈയുടെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? നന്നായിട്ടൊന്ന് ഷൈനിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പപ്പായ, തക്കാളി, തൈര് ഇവയിൽ ഏതെങ്കിലുമൊക്കെ അലർജി ഉണ്ടെങ്കിൽ ഈ പാക്ക് ഒഴിവാക്കാം. ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് നമ്മുടെ കയ്യിൽ ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ആഴ്ചയിൽ ഒരു 2-3 തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.